കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. നിന്റെ സങ്കടങ്ങൾ കുപ്പിയിൽ ശേഖരിക്കാൻ, നിന്റെ മാരക രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ ഈശോ വരുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ശക്തിയോട് പാടാം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ട നിരവധിയായ സാക്ഷ്യങ്ങളുണ്ട്. ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങൾ, പുതുക്കിയപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങൾ, വിദൂരങ്ങളിൽ നിന്ന് മുട്ടുമേൽ നിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ എല്ലാം ഈ അൾത്താരയിൽ ഇപ്പോൾ സമർപ്പിക്കുക. ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഈശോയെ ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. മക്കളെ സമർപ്പിക്കട്ടെ, ജീവിത പങ്കാളി സമർപ്പിക്കട്ടെ, മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, ജീവിത ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, ദുഃഖങ്ങൾ പ്രാർത്ഥിക്കട്ടെ, വേർപാടിന്റെ വേദനകൾ സമർപ്പിക്കട്ടെ. ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടെ. കർത്താവിന്റെ കൃപ ചെരിയട്ടെ. തൊഴിൽ രഹിതര്, ഭവനരഹിതര്, സന്താനമില്ലാത്തവരെ എല്ലാവരെയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നവർ, നിയോഗം അർപ്പിച്ചിട്ടുള്ളവർ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ, രണ്ടാം ശനിയാഴ്ച വന്ന് പ്രാർത്ഥിക്കുന്നവർ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണം. കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുന്ന മക്കള്, ഉടമ്പടി ചെയ്തിട്ട് വിദേശത്തിൽ പോകുന്ന മക്കള്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക, ഓർത്ത് സമർപ്പിക്കുക. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ. കനായിൽ നടന്ന പോലെ അത്ഭുതം ഉടനടി അഭിഷേകമായി തീരണമേ. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. സങ്കീർത്തനം 34. കർത്താവേ, എളിയവന്റെ നിലവിളി കേൾക്കണമേ. മനമുയർത്തി സ്വരമുയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 119. കർത്താവേ, എന്റെ കണ്ണുനീരിനമേ, നിലവിളികളുടെ മേൽ ഉത്തരം നൽകണമേ. കർത്താവേ, 6:33 അന്വേഷിക്കുന്ന രാജ്യമാണ്, ബാക്കിയെല്ലാം ഇവർക്ക് കൂട്ടിച്ചേർത്ത് നൽകണമേ. സങ്കീർത്തനം 91. അത്യുന്നത ശക്തി ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. മനമുയർത്തി കരമുയർത്തിക്കൊണ്ട് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ,
യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മരിയൻ ഉടമ്പടി ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഉടമ്പടി ആരാധന എപ്പോഴും നമുക്കറിയാം, ഉടമ്പടിയെക്കുറിച്ചുള്ള അറിവിലെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ആരാധനയുടെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ആരാധനയും അങ്ങനെയാണ്. നമ്മുടെ അറിവിന് ആനുപാതികമായിരിക്കും എപ്പോഴും അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നമ്മൾ ആരാധിക്കുന്നവർക്ക് അറിവുണ്ടാകണമെന്ന് ഈശോ പറയാനുള്ള കാര്യം അതാണ്. അറിയാത്തവർക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ സമറിയാക്കാരിയോട് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്ന് വരുന്നു. ദൈവാനുഭവവും ദൈവശക്തിയും ദൈവ ഇടപെടലും അറിഞ്ഞ് ആരാധിക്കുന്നതിൽ നിന്ന് വരണത്. അതാണ് യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ ആരാധനയും അറിവും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അൾത്താറയിൽ പറയിപ്പിക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അൾത്താറയിൽ പറയിപ്പിക്കത്തില്ല. എന്താ കാര്യം? സാക്ഷ്യങ്ങളല്ലാത്ത കൊണ്ടല്ല, അത് വലിയ സാക്ഷ്യങ്ങളാണ്, പക്ഷേ നമ്മൾക്ക് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളല്ല. അതാണ് വിഷയം. അൾത്താറെ പറയുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. എൻ്റെ പേര് ബിബി ഷോബി. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് ഷോബി. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഏട്ടന് ക്യാൻസറാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. എറണാകുളത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. ആ സമയത്ത് 4 കീമോ എടുത്തതിന് ശേഷം ഒരു സർജറിയും കൂടി നടത്തി കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുമെന്ന് ഡോക്ടർ പറയുകയും അങ്ങനെ സർജറി നടത്തി. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയവും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 8 മണിക്കൂറോളം പറഞ്ഞ സർജറി 12 മണിക്കൂറോളം നീണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് ഭയപ്പാടിലായി. പ്രാർത്ഥനയുടെ ശക്തിയും കൂടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ വിളിക്കാറുള്ള ഒരു സിസ്റ്ററിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഇപ്പം തന്നെ അങ്ങനെ നേര്, അപ്പോൾ എല്ലാം ശരിയാവും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോവാനും അറിയില്ല, എൻ്റെ വീട്ടിൽ നിന്ന് അതിന് അനുവാദം കിട്ടുകയുമില്ല, അപ്പോൾ ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒന്നും നേരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറിക്കെല്ലാം ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ചേട്ടൻ വന്ന് കൃപാസന പത്രം എൻ്റെ കയ്യിൽ തരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പത്രം വേണ്ട, കാരണം എനിക്ക് എനിക്ക് വിശ്വാസമില്ല, പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് പത്രം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ചേട്ടനെ തിരിച്ചയക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു 4 കീമോയൊക്കെ ചെയ്തു, പെറ്റ് സ്കാൻ എടുത്തു, യാതൊരു കുഴപ്പവും. പക്ഷേ അതിനുശേഷം ഫോളോ അപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാൻസർ സെൽസ് ഏട്ടൻ്റെ ശരീരത്ത് കാണപ്പെട്ടത്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി. ഡോക്ടർ പറഞ്ഞു, ഇനി സർജറി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, കീമോ മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീടുള്ള ആ സമയത്താണ് ഹസ്ബൻഡിൻ്റെ പെങ്ങള് എൻ്റെ കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞു, ബേബി നമുക്ക് കൃപാസനത്തിലൊന്ന് പോവാം. അപ്പോൾ വീണ്ടും ഞാൻ കൃപാസനം എന്ന് കേൾക്കുവാണ്. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഇനി ജീവിതം മുന്നോട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുവാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ട്. ഞാൻ ഉടനെ തന്നെ ജനുവരി 23-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു.
അത്രയും കാലം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്ന് ഞാൻ തികച്ചും ഒരു ദൈവവിശ്വാസിയാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നന്നായി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും, ബൈബിള് വായിക്കും, എല്ലാം ചെയ്യും. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് കൃപാസനത്തിൽ വന്നപ്പോഴും എങ്ങനെയാണ് മാതാവിനോടും ദൈവത്തോടും പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും ഞാൻ പഠിച്ചു. അങ്ങനെ അത്രയും കാലം കുട്ടികൾ എന്ന് പറഞ്ഞ് നടന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് എനിക്ക് സമയമുള്ളൂ. അങ്ങനെ വീണ്ടും സർജറിക്ക് ശേഷം വീണ്ടും കീമോ ചെയ്തു. അതിനുശേഷം ഫോളോ അപ്പിന് ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും സെൽസ് കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് കീമോ ചെയ്യാം. അങ്ങനെ 4 കീമോ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും. ഏറ്റവും ആദ്യം ഞാൻ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് ഞാൻ കഞ്ഞിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് കഞ്ഞി കൊടുത്തു. പക്ഷേ ഏട്ടൻ വളരെയധികം എന്നോട് ദേഷ്യപ്പെട്ടു, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം എനിക്കില്ല, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല, നീ. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടൻ വിശ്വസിക്കണ്ട, പക്ഷേ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചാൽ അന്ന് എന്നോടൊപ്പം വന്ന് നിന്ന് ഏട്ടൻ സാക്ഷ്യം പറയണമെന്ന്. ഏട്ടൻ അതിന് ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത്. പിന്നീട് 4 കീമോ കഴിഞ്ഞു. പെറ്റ് സ്കാൻ ഡേറ്റ് തന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് പെറ്റ് സ്കാനിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുക, ജോസഫ് അച്ഛൻ്റെ അടുത്തൊന്ന് വന്നം അനുഗ്രഹം പ്രാപിക്കണം. അപ്പോൾ ഏട്ടനെ കൊണ്ട് സർജറി കഴിഞ്ഞ സമയമാണെങ്കിലും വരാൻ പറ്റുമോയെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഏട്ടൻ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു. ആ സമയത്തും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഏട്ടൻ ഇവിടെ വന്നത്. അച്ഛൻ കൊടുത്ത കാശ് രൂപം ഏട്ടൻ മാലയിൽ ഇടുക പോലും ചെയ്തില്ല, പേഴ്സിലിട്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിശ്വാസമില്ലാതെ തന്നെയാണ് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞാനിവിടെ അച്ഛനെ കാണാനായിട്ട് നിന്ന സമയത്താണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം, എനിക്ക് ശരിക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇത് എവിടെ നിന്നായിരിക്കും? അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളും പ്രാർത്ഥന എല്ലാം കേൾക്കുമ്പോൾ ഞാൻ മഴവില്ല് കാണും, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരും. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, എൻ്റെ ഏട്ടൻ എന്താണെങ്കിലും എൻ്റെ മാതാവ് സുഖപ്പെടുത്തും, ഇനി ഞാൻ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് ഈ ലോകത്തോട് മുഴുവനും എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറുമെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന്. അതേപോലെ തന്നെ 12 കീമോയും പൂർത്തീകരിച്ച് ആ പെറ്റ് സ്കാനിന് തൊട്ട് മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഏട്ടൻ പൂർണ്ണ വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ, ഞാനും നിൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്ന് അച്ഛനോട് ഒരു വാക്ക് പറയണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അതുവരെ ഒന്നും പറയാതിരുന്ന ഏട്ടൻ അച്ഛനോട് പറഞ്ഞു, 25-ാം തീയതി എൻ്റെ പെറ്റ് സ്കാനാണ് അച്ഛാ, പ്രാർത്ഥിക്കണോട്ടോ എന്ന്. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ നെഞ്ചിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ആശീർവദിച്ചു. അതോടുകൂടി എനിക്ക് ഉറപ്പായി എന്താണെങ്കിലും ഇനി യാതൊരു കുഴപ്പവുമില്ല എന്ന്. 27-ാം തീയതി റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ക്യാൻസർ എന്ന ആ മഹാരോഗം ഏട്ടൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറി എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നത്. അതുമാത്രമല്ല, എൻ്റെ ഈ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ആരുമില്ലാതൊരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം അത്രയും കാലമാണ് ശോഭി തൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ, ഇനി അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോവാൻ. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു മിറക്കിൾ സംഭവിക്കും,
എന്താണെങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്ന് ഞാൻ ഡോക്ടർക്കടെ കൈ പിടിച്ച് വാക്ക് കൊടുത്താൽ ഞാൻ പോകുന്നത്. ആ വാക്ക്, ആ ഒരു പ്രാർത്ഥന, ആ മാതാവ് എന്നെ കരുതി, എൻ്റെ കുടുംബത്തെ കരുതി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ യാതൊരു കുഴപ്പവുമില്ലാതെ ഇവിടെ വന്ന് നിൽക്കണം. ഇന്നത്തെ ദിവസം ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് നിന്നപ്പോഴും എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ മാതാവിൻ്റെ കണ്ണീര് കണ്ടു. ആ ആൾത്താരി മാതാവിൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ മാതാവിൻ്റെ രൂപം കൈകളിൽ ഏന്തിക്കൊണ്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഏട്ടൻ ഒന്നും വരില്ല, ഞങ്ങളുടെ കുടുംബത്തെയും ഏട്ടനെയും മാതാവ് കാത്തുകൊള്ളും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായി. ഒരിക്കലും വിശ്വസിക്കാത്ത കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ, അങ്ങനെ തന്നെ ഞാൻ പറയാം, കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ ഏട്ടൻ്റെ ഈ നാവും കൊണ്ട് തള്ളിപ്പറഞ്ഞ ഏട്ടൻ കൃപാസനത്തെ സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുത്ത നീ സാക്ഷ്യം പറയണ്ട, ഞാൻ പറയാം, ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയാമെന്ന്. ഇന്ന് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കാല് പിടിച്ചത് ഈ ലോകം മുഴുവനും കേൾക്കെ എൻ്റെ സാക്ഷ്യം പറയാൻ, എൻ്റെ ഏട്ടനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു തന്നത് എൻ്റെ മാതാവാണെന്ന് ഈ ലോകത്തോട് തിരിച്ചു പറയാൻ എനിക്ക് സാധിച്ചു. മാതാവേ നന്ദി, 1000 നന്ദി, കോടാനുകോടി നന്ദി. ഇവിടെ വന്ന് ഒരാളും വിഷമിച്ച് ഇറങ്ങിപ്പോയേ വേണ്ട. എന്താണെങ്കിലും മാതാവ് കരുതും, മാതാവ് കരുതി ചേർത്തുകൊള്ളും. മാതാവ് ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളും ഞാൻ കിട്ടുന്ന ശമ്പളം ഇതിനു മുമ്പ് ഒരു കാര്യത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾക്ക് കുറേ ബേക്കറി മേടിക്കാനും അതേപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും എനിക്ക് ഡ്രസ്സ് മേടിക്കാനും മാത്രം കാശ് ഉപയോഗിച്ചിരുന്ന ഞാൻ ഇന്ന് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ, രോഗീ സന്ദർശനത്തിനും അനാഥാലയങ്ങളിലും എല്ലാം ഞാൻ ഓടി നടക്കുക. ആർക്കാണ് എൻ്റെ ആവശ്യം വേണ്ടത് എന്നോർത്ത് കൃപാസനത്തിൻ്റെ പത്രവുമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ മഴ നോക്കൂല, വെയിൽ നോക്കൂല, മുസ്ലിങ്ങളുടെ ഇടയിൽ പോകും, ഞാൻ എവിടെ വേണമെങ്കിലും പോയി ആരുടെ അടുത്തും ചെന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ പത്രമാണ് അന്ന് ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ എന്ന മഹാരോഗം പൂർണ്ണമായി ആ ശരീരത്തിൽ നിന്ന് മാതാവ് എടുത്തു മാറ്റി. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷിയാണ് ഞാൻ എന്ന് ഞാൻ കാണുന്ന ആളുകളോട് മുഴുവനും ഞാൻ പറഞ്ഞു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ ശക്തിയാൽ, എൻ്റെ ഈശോയുടെ ശക്തിയാൽ ഏട്ടൻ യാതൊരു കുഴപ്പമില്ലാതെ ഇന്ന് ഈ അൾത്താരയുടെ മുന്നിൽ നിൽക്കുകയാണ്. അൾത്താരയുടെ മുന്നിൽ നിൽക്കുമ്പോഴും എൻ്റെ മാതാവേ, ഇവിടം വരെ എന്നെ കയറ്റാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അമ്മയോട് ഒത്തുചേർന്ന് നിന്ന് ഞാൻ ഈ പറയുന്നതൊന്നും ഞാനല്ല, ഒരു കഴിവുമില്ലാത്ത എന്നിലൂടെ എൻ്റെ മാതാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും കണ്ണീരൊഴുക്കുന്നുണ്ട്. എല്ലാവരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചോ. ജീവനുള്ള മാതാവ് ഇവിടെയുണ്ട്. ഈ മാതാവിനെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ വേറെ എങ്ങോട്ടും ഓടേണ്ടി വരില്ല. യേശുവേ നന്ദി, മാതാവേ നന്ദി. 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ കൊടുക്കുവാണ്. എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം 100% സത്യമാണ്. ഞാൻ തന്നെ വിശ്വസിച്ചില്ല, എൻ്റെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഞാൻ ടെക്നിക്കലായിട്ടും ഒത്തിരി സെർച്ച് ചെയ്ത് ഞാൻ പഠിച്ചതാണ്. കാരണം രണ്ടാമത് വന്നത് ഈ സെയിം സെൽസ് ആയതുകൊണ്ട്, അതും ലിംഫ് നോട്ട്സിലാണ് വന്നത്. അതുകൊണ്ട് സർജിക്കലായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ലായിരുന്നു. ഉള്ള ഓപ്ഷൻ ഈവൻ HER2 നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ ഇമ്മ്യൂണോതെറാപ്പി, കോൺസെൻട്രേറ്റഡ് തെറാപ്പി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആകെയുള്ളൊരു ഓഫ് കീമോ മാത്രമായിരുന്നു. അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ വിശ്വാസമുണ്ട്, പക്ഷേ അമിത വിശ്വാസമൊന്നും അല്ലായിരുന്നു. പക്ഷേ ബിബി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മാതാവ് എൻ്റെ സ്കാൻ കഴിഞ്ഞ് ഇത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെയൊക്കെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഉണ്ടായി. അതിൽ ഞാൻ മാതാവിൽ ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലയ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് വിപിൻ.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായി എടുത്തത്. എൻ്റെ ഭർത്താവ് മാൾട്ടയിൽ ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹം 15 വർഷമായിട്ട് മദ്യപാനിയായിരുന്നു. 2021 അദ്ദേഹം മാൾട്ടയിൽ പോയത്. മാൾട്ടയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മദ്യപാനം വളരെ അധികമായിട്ട് കൂടുകയും ഡ്യൂട്ടിക്ക് പോകാൻ പോലും സാധിക്കാത്ത വിധം അദ്ദേഹം മുഴുവൻ നേരവും മദ്യപാനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഡ്യൂട്ടിക്ക് തീരെ പോണില്ല, ഇങ്ങനെ പോയാലേ ശരിയാവില്ല, അവിടുത്തെ അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അദ്ദേഹം പുറം ലോകം പോലും കാണില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാനിവിടെ 2022 ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റി വിട്ടു. അദ്ദേഹം എന്നോട് നാട്ടിലെത്തിയ പാടെ എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്ന് മുതൽ കുടിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടിയിൽ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, മാതാവേ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ എത്തിയ പാടെ എന്നോട് പറഞ്ഞത്, ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. 2022 എന്നോട് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം പാലിച്ചു. ഇന്ന് വരെ അദ്ദേഹം പിന്നീട് മദ്യപിച്ചിട്ടില്ല. 10 വർഷമായി ഉണ്ടായിരുന്ന മദ്യപാനം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് 10 ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് അതെനിക്ക് മാറ്റി തന്നു. എൻ്റെ 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കെയർ ടേക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ IELTS 6.5 സ്കോർ വേണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. IELTS എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ തന്നെയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ IELTS ക്ലിയറാക്കി തരണം, എത്രയും പെട്ടെന്ന് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇദ്ദേഹവും ഇവിടെ വന്നിട്ട് പറഞ്ഞു, മാതാവേ അടുത്ത തവണ ഞാൻ വരുന്നത് അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അടുത്ത തവണ വരുന്നത് ഈ അൾത്താരയിൽ നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങേക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കണമേ എന്ന് അദ്ദേഹവും ഇവിടെ നിന്ന് അദ്ദേഹവും പ്രാർത്ഥിച്ചു. അദ്ദേഹം IELTS എഴുതി ഞങ്ങൾക്ക് നേഴ്സാവാനുള്ള മാർക്ക് ആൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മളത് ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ്, ആ ഫയൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നോട് ആൾ പറഞ്ഞു, നമുക്കത് റീവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റീവാലുവേഷന് കൊടുത്തു. 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു. അവിടെ നേഴ്സായിട്ട് കയറാനുള്ള സ്കോർ നൽകി മാതാവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ നേഴ്സായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 5ാമത്തെ പുതുക്കലായിരുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി. എൻ്റെ വലത് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ പലർക്കും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇതൊന്നും ആയിരിക്കല്ലേ, സാധാരണ നോർമലായിട്ടായിരിക്കണേ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നതെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൽ നേരവും ഞാനത് നിയോഗമായി വെച്ചു. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞാൻ തൈലം എൻ്റെ ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ 18-ാം തീയതി ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നു, നോർമലായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് തന്നു. ഉടമ്പടി നമ്മൾ എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്താലും ഒരു തടസ്സങ്ങളും, ആദ്യം ഒരു ചെറിയ തടസ്സം വന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് വളരെ മനോഹരമായിട്ടായിരുന്നു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മാതാവ് വളരെ അധികമായിട്ട് സഹായിച്ചു. മാതാവിനെ 1000
നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും എൻ്റെ അയൽവാസികൾക്കും ഒക്കെ ഈ സാക്ഷ്യം എനിക്ക് എന്തൊക്കെ കിട്ടിയോ ആ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് പത്രം വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസിനെ കാണാനും അവരെ ശുശ്രൂഷിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു. പിന്നെ ചെറിയ സാമ്പത്തിക സഹായം എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യുമായിരുന്നു. ആത്മീയമായി എന്ന് പറഞ്ഞാലും ഒരുപാട് ഇതുണ്ട്. ഒല്ലൂരിൽ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 2 തവണ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അവിടെ പോകുമ്പോൾ എനിക്ക് നല്ലതുപോലെ നമ്മൾ അതിൽ ശരിക്കും ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം നല്ലതുപോലെ വരുമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുമായിരുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വിപിൻ. വൈഫ് പറഞ്ഞ പോലെ മദ്യപാനത്തിന് ഒരുപാട് അഡിക്റ്റഡ് ആയി പോയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ എനിക്കറിയില്ല, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇനി കുടിക്കില്ല എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് കടിച്ച് പിടിച്ച് അതങ്ങ് നിർത്തി. ഇപ്പോൾ ഇതുവരെ പിന്നെ അത് കഴിക്കാനോ ഒന്നിനും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ മാൾട്ടയിൽ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ഇവള് പറഞ്ഞ പോലെ ഞാനൊന്നും പഠിക്കാണ്ട് പോയി എഴുതിയതാണ്. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് പോലും തുറന്നു നോക്കാണ്ട് ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഓടിപ്പിടിച്ച് പോയി എഴുതിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ പേപ്പർ വരുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മാതാവിനോട് പറയും, മാതാവ് റെഡിയാക്കി തരണേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കറക്കി കുത്തുമായിരുന്നു. പക്ഷേ എന്നെനിക്ക് അറിയില്ല എങ്ങനെയാണ് സാധിച്ചതെന്ന്. എനിക്കിപ്പോഴും അത് മാതാവിന് മാത്രമേ അറിയുള്ളൂ എങ്ങനെ എനിക്ക് സ്കോർ കിട്ടിയെന്നുള്ളത്. ദൈവത്തിന് ഒരുപാട് നന്ദി, മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു.